ബംഗാളിലെ 15 ബൂത്തുകളിൽ നാളെ റീപോളിംഗ്. ബംഗാളിലെ 15 ബൂത്തുകളിൽ ശനിയാഴ്ച റീപോളിംഗ് നടക്കും. തെരഞ്ഞെടുപ്പിൽ കൃത്രിമം നടന്നെന്ന് ആരോപണമുയർന്ന ഡയമണ്ട് ഹാർബർ, മഗ്രഹട്ട് പശ്ചിമം മണ്ഡലങ്ങളിലെ ബൂത്തുകളിലാണ് റീപോളിംഗ് നടക്കുക. മഗ്രഹട്ട് പശ്ചിമിൽ 11 പോളിംഗ് സ്റ്റേഷനുകളിലും ഡയമണ്ട് ഹാർബറിലെ 4 ബൂത്തുകളിലാണ് റീപോളിംഗ് എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു. വോട്ടെടുപ്പ് രാവിലെ 7 മുതൽ ആരംഭിച്ച് വൈകിട്ട് 6-ന് അവസാനിക്കും. EVM-ൽ കൃത്രിമം നടക്കുന്നുവെന്നായിരുന്നു തൃണമൂൽ കോൺഗ്രസിന്റെ ആരോപണം. വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിൽ ദുരൂഹ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ടെന്നാരോപിച്ചാണ് മുഖ്യമന്ത്രി മമതാ ബാനർജി അടക്കം രംഗത്തെത്തുകയും വോട്ടിംഗ് മെഷീനുകൾ സൂക്ഷിച്ചിരുന്ന ഒരു കേന്ദ്രം സന്ദർശിക്കുകയും ചെയ്തത്. ഇതിന് പിന്നാലെ പല വോട്ടെണ്ണൽ കേന്ദ്രങ്ങൾക്ക് സമീപവും BJP തൃണമൂൽ പ്രവർത്തകർ തമ്മിൽ സംഘർഷമുണ്ടായി. തുടർന്ന് വോട്ടെണ്ണൽ കേന്ദ്രങ്ങൾക്ക് പോലീസ് കാവൽ ശക്തമാക്കി. സംഘർഷമുണ്ടായ 7 കേന്ദ്രങ്ങളുടെ പരിസരത്ത് ആളുകൾ കൂട്ടം കൂടുന്നതും നിരോധിച്ചിട്ടുണ്ട്. തൃണമൂലിന്റെ ആരോപണങ്ങൾ തെറ്റിദ്ധാരണ മൂലമാണെന്ന് ബംഗാളിലെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ മനോജ് കുമാർ അഗർവാൾ പറഞ്ഞു. ഇന്നലെ രാത്രിയാണ് കൊൽക്കത്തയിലെ നേതാജി ഇൻഡോർ സ്റ്റേഡിയത്തിലെ വോട്ടെണ്ണൽ കേന്ദ്രത്തിന് സമീപം BJP തൃണമൂൽ പ്രവർത്തകർ തമ്മിൽ ഏറ്റുമുട്ടിയത്. അവിടെ ദുരൂഹ പ്രവർത്തനങ്ങൾ നടക്കുന്നുവെന്ന് ആരോപിച്ച് തൃണമൂൽ സ്ഥാനാർത്ഥികളായ കുനാൽ ഘോഷിന്റെയും ശശി പഞ്ചയുടെയും നേതൃത്വത്തിൽ പ്രവർത്തകർ ഗേറ്റിന് പുറത്ത് പ്രതിഷേധിച്ചു. ഇത് തടയാനെത്തിയ BJP പ്രവർത്തകരുമായി സംഘർഷമുണ്ടായി. ഇത് മറ്റിടങ്ങളിലേക്കും വ്യാപിക്കുകയായിരുന്നു. വോട്ടിംഗ് മെഷീൻ സൂക്ഷിച്ചിരിക്കുന്ന സ്ട്രോങ് റൂമുകളിൽ വൈദ്യുതി കണക്ഷൻ അനുവദനീയമല്ലാത്തതിനാൽ വിവാദമുണ്ടായ 7 കേന്ദ്രങ്ങളിൽ ടോർച്ചിന്റെ പ്രകാശത്തിലാണ് പോസ്റ്റൽ ബാലറ്റുകൾ വേർതിരിച്ചിരുന്നതെന്നും അതിനെ തൃണമൂൽ നേതാക്കൾ തെറ്റിദ്ധരിക്കുകയായിരുന്നുവെന്നും മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ മനോജ് കുമാർ അഗർവാൾ പറഞ്ഞു.